ഇപ്പോൾ ഭ ഭ ബ ഓടുന്ന ഒരു സിനിമാ തിയേറ്ററിലും ആളുകൾ കയറുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിൽ യഥാർത്ഥ ജനപ്രിയ നായകനായ നിവിൻ പോളിയുടെ സർവമായ എന്ന സിനിമ തിയേറ്ററിലെത്തുന്നത്. ഈ കണ്ണോണ്ട് ഇയാൾ കണ്ട്, ഈ കാതോണ്ട് ഇയാൾ കേട്ട്. വ്യക്തിപരമായി ഞാനും നിവിൻ പോളിയുടെ സിനിമകളെ ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹത്തിന്റെ അഭിനയ മികവിനെ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിവിൻ പോളി ആ പഴയ ഒരു വാമിൽ, ആ പഴയ ഒരു രസത്തിൽ അദ്ദേഹം തിരികെ എത്തണം, അതായത് നല്ലൊരു സിനിമ കാണണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്ന സമയത്താണ് 2025 ഇങ്ങനെ ഒരു സിനിമ പുറത്തിറങ്ങുന്നത്. ഏതാ നിന്റെ രാജ്യം? നമ്മളുടെ സിനിമകളെ സ്നേഹിക്കുന്ന ആൾക്കാര്, അല്ലെങ്കിൽ നമ്മുടെ സിനിമയിൽ വിശ്വാസമുള്ള ആൾക്കാര്, ഒരുപാട് ആൾക്കാരും അതൊന്നും ശ്രദ്ധിക്കാതെ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് കഴിക്കണം, നമ്മൾ എന്ത് കാണണം, നമ്മൾ എന്ത് വാങ്ങണം എന്നുള്ള പല പരസ്യങ്ങളും നമ്മൾ കാണും. അതിൽ നിന്ന് നമ്മൾ അതിലേക്ക് പൂർണ്ണമായി പോയി അഡിക്റ്റ് ആകുമ്പോഴാണ് കുഴപ്പങ്ങൾ സംഭവിക്കുക. അതെല്ലാം കാണാം, കേൾക്കാം, പക്ഷെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് എടുക്കണം, എന്ത് കാണണം, എന്ത് കളയണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയായിരിക്കണം. അത് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ വേറെ ആൾ പറയുന്ന കേട്ട് പോയി കഴിഞ്ഞാൽ അവസാനം നമ്മൾ വെറുതെ ഒരു വെജിറ്റബിൾ ടൈപ്പ് പോകുന്ന ഒരാൾക്കാരായി മാറിപ്പോകും. We are extremely sorry, Mr. വിജയ് കൃഷ്ണൻ. Yes, Vijay Krishnan. Now